ഹലോ ഗെയ്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതാ കുറച്ച് നല്ല ചീമക്കിഴങ്ങ് ഇത് നമുക്ക് കിട്ടേണ്ട ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്ന ടൈമാണിത്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കുറച്ചെടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്ത് നല്ലൊരു മെഴുക്കുവരട്ടി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് അടുപ്പയിലേക്ക് നല്ലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് നമ്മൾ ചീമക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഉപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേകാനുള്ള ഒരിതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് ഇളക്കി ഇപ്പോൾ ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 5-6 കറിവേപ്പില തണ്ട് കൂടി ഇട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ഈ ചീമക്കിഴങ്ങ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് കൂർക്കയെന്നും പറയും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, വെന്ത് സെറ്റായി. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് ദാ ഇവിടെ നമ്മുടെ മെഴുക്കുവരട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ പുരട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഒരു ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കാം. ചൂടുണ്ടോ? പതിയെ കഴിക്കും. കൊള്ളാം ഗൈസ്, ട്രൈ ചെയ്ത് നോക്കണേ. കിടത്താം. അപ്പോൾ ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. ഗീത സാബു.